നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചിരുന്നു. ഇന്നത്തെ മുജാഹിദുകാരനോ തലപ്പാവ് ധരിച്ചുകൂടാ. നബി തങ്ങൾ ധരിച്ചു എന്നൊരു മൗലവി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചിരുന്നു. അതിനെന്തേ തെളിവ്? എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം പറഞ്ഞ എല്ലാ ഹദീസിന്റെ ബന്ധത്തിലും അല്ലാത്ത ബന്ധത്തിലും ശമാഇലിന്റെ ബന്ധത്തിലും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവിനെ കുറിച്ചൊരു അധ്യായം തന്നെയുണ്ട്. അത് അഹ്മദ് ബഗവി തങ്ങളുടേതാണ്. മുഹയ്യിസുന്ന ഇമാമുൽ ബഗവി ഹിജ്റ 110 വഫാത്തായ പണ്ഡിതനാണ്. ഇമാം ബഗവി തങ്ങളുടെ പേര് എന്നാണ്. അഥവാ ഹദീസിനെ ജീവിപ്പിച്ച മഹാനെന്നാണ്. മഹാനവറുകൾ എഴുതിയ കിതാബാണ് കേട്ടോ അൽ-അൻവാർ ഫീ ശമാഇലിൻ നബിയിൽ മുഖ്താർ. അതിലും അതാ ഒരു അധ്യായമുണ്ട്. ബാബുൻ ഫീ ദിക്രി അമാനതിഹി വഖലം സൂതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ തൊപ്പിയെക്കുറിച്ചും തലപ്പാവിനെ കുറിച്ചും പറയുന്ന അധ്യായം. ഹദ്ദസനാ അബൂ താഹിർ അൽ-ഫാറസി അഖ്ബറനാ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ-സുൽഹാനി അഖ്ബറനാ അബൂ الشيخ الحافظ أخبرنا إبراهيم بن محمد بن الحارث حدثنا سهل بن عثمان حدثنا وكيع عن سالم بن الوراق جعفر بن عمرو بن حريث النبي عمرو بن حريث رضي الله تعالى عنه قال رأيت النبي صلى الله عليه وسلم يخطب وعليه أمانة سوداء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതുന്നതിനാണ് കണ്ടു. വഅലൈഹി അമാനത്തുൻ സൗദാ, അവിടുന്ന് കറുത്ത തലപ്പാവുണ്ട്. എന്നിട്ട് ഇമാം ബഗവി തങ്ങൾ പറയുന്നു സ്വഹീഹുൻ, ഇത് സ്വഹീഹായ ഹദീസാണ്. ഇനി അങ്ങോട്ട് സ്വഹീഹായ ഹദീസുകളുണ്ട്. ഇമാം തുർമിദി റഹിമഹുള്ള ശമാഇലിൽ പറയുന്നു. ഇമാമിന് തുർമിദി അവിടുന്ന് യുദ്ധങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ നബി തങ്ങളുടെ തൊപ്പിയെക്കുറിച്ച് പറയുന്നു. ലോകത്തെ കിതാബ് എല്ലാ ഹദീസിന്റെ പണ്ഡിതന്മാരും നബി തങ്ങളുടെ തലപ്പാവിനെ കുറിച്ച് പറയുന്നു. അത് സുന്നത്താണ്. അതിന്റെ വിശദീകരണം പറഞ്ഞുപോയി. നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫറാണ് എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ അതതിന്റെ ഗൗരവം പറയാനാണെന്നും അത് മുസ്ലിമിന്റെയും കാഫറിന്റെയും ഇടയിലുള്ള വ്യതിയാനം പറയുന്നതാണെന്നും വിശദീകരിച്ച അതേ ഫുഖഹാ തന്നെ എഴുതി വെക്കുന്നു. തലപ്പാവ് സുന്നത്താണ്. ഒരു മുജാഹിദുകാരൻ പറയുകയാണ് അത് ആദിയായ സുന്നത്താണ്. വരട്ടെ. പിന്നെയുള്ളൊരു പ്രശ്നം തൊപ്പി ധരിക്കലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. തൊപ്പി ധരിക്കണോ തലമറക്കണോ എന്നൊക്കെയാണ്. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. അദ്ദേഹം തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല. മൗലവിമാരെ വിവരിക്കുന്നത് വിളമ്പാണെന്നോ ഈ അധ്യായം തന്നെ ഞാൻ വായിച്ചല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നിങ്ങളുടെ ഇബ്നു ഖയ്യിം എഴുതിയില്ലേ, അവരുടെ കിതാബിൽ ഇബ്നു ഖയ്യിം എഴുതിയില്ലേ, നബി തങ്ങൾ തൊപ്പിയിട്ട് തലപ്പാവ് കൊട്ടി, തൊപ്പിയില്ലാതെ തലപ്പാവ് കൊട്ടി, തലപ്പാവില്ലാതെ തൊപ്പിയും വെച്ചു. ഈ 4 കോലത്തിലും ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ഖയ്യിം എഴുതിയിട്ടില്ലേ? നിങ്ങളുടെ നേതാവല്ലേ ഇസ്ലാഹി പ്രസ്ഥാന എന്ന പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടില്ലേ? വരട്ടെ. ശരി, ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? ഒരിക്കലും തലപ്പാവ് ധരിക്കുന്ന തലമറക്കുന്ന ഒരാളെ തലമറച്ചു എന്നതുകൊണ്ട് ചീത്ത പറയാൻ നമ്മൾ ആളുകളല്ല. ഒരിക്കലും തലമറക്കുന്ന ആളുകൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ തലമറക്കുന്ന പ്രവർത്തനം മോശമാണെന്നോ നമ്മൾ പറയില്ല. ഒരുപക്ഷെ ആ തലപ്പാവ് ധരിക്കുക വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കാം. എന്നാൽ ഈ വിഷയത്തിലുള്ളത് ഇതിന് ആദിയായ സുന്നത്ത്, പ്രവാചകന്റെ ചര്യനുസരിച്ചുള്ള സുന്നത്തി എന്ന നിലക്കാണ് പണ്ഡിതന്മാർ എണ്ണിയത്. പ്രവാചകന്റെ നാട്ടാചാരങ്ങൾ അതൊരു മുജാഹിദ്. അടുത്ത മുജാഹിദ് പറയുന്നു പാറിപ്പോകാതിരിക്കാൻ വെക്കുന്ന സാധനമാണ് തലപ്പാവ്. ആ തലേക്കെട്ടുണ്ടല്ലോ അത് കിട്ട് കഴിയും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറിപ്പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ബെയ്റ്റ് വെക്കലുണ്ടല്ലോ, മനസ്സിലില്ല, സാധനം പാറിപ്പോടക്കറേ. കണ്ടോ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാരാണ്? ഏറ്റവും വലിയ ബുദ്ധിമാനാരാണ്? ഏറ്റവും വലിയ ബുദ്ധിമാനാരാണ്?
ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിക്കുന്നു. അതാ അൽ-ഉംദ ശർഹുൽ ബുർദയിൽ ഇബ്നു ഹജർ വിശദീകരിക്കുന്നു, ഞാൻ ഇന്നേവരെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ബുദ്ധി ഞാൻ പരിശോധിച്ചു, അതിൽ എല്ലാവരുടെ ബുദ്ധിയും കൂടി കൂട്ടിയാലും നബിതങ്ങളുടെ ബുദ്ധിയുടെ 1000 അംശമിപ്പോല. ആ നബിതങ്ങളെ തലപ്പാവ് വെച്ചിട്ടുണ്ട് മൗലവിമാരെ. അതുകൊണ്ട് ഞങ്ങളും തലപ്പാവ് വെക്കുന്നു. അത് വെയ്റ്റിനുള്ളതല്ല, വെയ്റ്റിനുള്ളതാണ്, അഭിമാനത്തിനുള്ളതാണ്. കാരണം സാഹിബുൽ അമാമ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചു. പെരുന്നാളിന്റെ അന്ന് പ്രത്യേകം ധരിച്ചു. എന്തിനാണ്? അത് പ്രൗഢിയുടെ വേഷമാണ്. പക്ഷേ മുജാഹിദിന്റെ ചില മൗലവിമാര് പണ്ട് തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അത് പാറിപ്പോകാതിരിക്കാനാണെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. റസൂലുള്ളാഹിന്റെ തലപ്പാവ് ഏറ്റവും വലിയ ബുദ്ധിമാന്റെ തലപ്പാവാണ്. എല്ലാ ഇമാമുകളും അവിടെ നേടിപ്പോയി. ഇതിന്റെ കിതാബ് ഞാൻ ഉദ്ധരിച്ചു.